നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. കൊച്ചി നെഫിറ്റിറ്റി ക്രൂയിസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ്. ഇപ്പോൾ സമയം 11:48. ഈ 11:48 തന്നെയാണ് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ആവുന്നത്. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, ഷാർപ്പ് ടൈമാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ മുന്നിലോട്ട് വന്ന് എത്തുകയാണ്. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ വളർത്തച്ഛൻ്റെ മകനും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള സുരാഗിനെയും ഫാമിലി ഇവിടെ കാണാൻ പറ്റി. അവരും നമ്മളെപ്പോലെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് പോകുന്നത്. വർഷങ്ങളായി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് അവന് ദുബായിലും ഞാൻ ബഹാറിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കാത്തിരുന്ന അസുലഭ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലോട്ട് നമ്മൾ കയറുകയാണ്. ഇതിനകത്ത് നോർമൽ ചെയർ കാറുണ്ട്, എക്സിക്യൂട്ടീവ് ചെയർ കാറുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ചെയർ കാറാണ്. എറണാകുളം ടു ട്രിവാൻഡ്രമാണ് നമ്മൾ പോകുന്നത്. നോർമൽ ചെയർക്കാരന് 940 രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 1460 രൂപയാണ് ചാർജ്. ഇൻഫൻറ്റിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. വളരെ വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഫസ്റ്റ് ആയിട്ട് എനിക്കെടുത്ത് പറയാനുള്ളത്. മുമ്പിലായിട്ട് ഒരു ന്യൂസ് പേപ്പർ ഹോൾഡർ ഉണ്ട്. നമ്മുടെ ലാംഗ്വേജ് ഏതാണ് അതിനനുസരിച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ നമുക്ക് അടുത്ത് വാങ്ങാം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അത് കൺഫേംഡ് അല്ലായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ നമുക്ക് കൺഫേംഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ ഒരു കുഴപ്പമെന്നുള്ളത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റില്ല. കാര്യം എൻ്റെ സീറ്റ് എന്നുള്ളത് E1 എൻ്റെ ഫാദറിലാണ് സീറ്റ് എന്നുള്ളത് E10 പിന്നെ വൈഫും പിന്നെ മദറിലാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നവിടെ തന്നെ നമുക്ക് സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാക്കറ്റാണ്. ആ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് ചൂടുവെള്ളം വേറെ ബൗളിൽ തരും. അതിന് തരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സൂപ്പ് റെഡി. അതിനുശേഷം നമുക്ക് ലഞ്ച് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലഞ്ച് കൊണ്ടുവരികയാണ്. ശരിക്കും സാധാരണ നമ്മുടെ ട്രെയിൻ യാത്രയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നൊരു പിന്നെ ട്രെയിൻ യാത്ര തന്നെയാണത്. വളരെ പ്രൊഫഷണൽ രീതിയിലാണ് ഇതിനകത്ത് ഇവിടെയുള്ള ജീവനക്കാർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതും പെരുമാറുന്നതൊക്കെ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഫുഡ് ഒന്ന് കഴിച്ച ശേഷം ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. നമ്മളൊരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റേ കമ്പാർട്ട്മെൻറ്റിലൂടെ പോകുന്ന ആ ഒരു ഡോറൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ നടന്നു വരുന്നത് സെൻസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതായിട്ടുള്ളൊരു ഡോറാണ്. ഇത് ക്യാമറാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സേഫാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഇത്ര സേഫ്റ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു ട്രെയിൻ ഇല്ല എന്നുള്ളത് വാസ്തവം. വിൻഡോസ് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ലൂക്കാക്കി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള കാഴ്ചകൾ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലൂക്കയുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണിത്. 3:05 നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിച്ചേരുന്നത്. 3 മണിക്കൂർ 17 മിനിറ്റുമാണ് നമ്മുടെ യാത്രയുടെ ദൈർഘ്യം എന്നുള്ളത്. ശരിക്കും എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ നമ്മൾ എറണാകുളത്ത് പോകുന്ന സമയത്ത് എന്തായാലും 5 മണിക്കൂർ അപ്രോക്സിമേറ്റ് എടുക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു 1.25 മണിക്കൂറോളം ലാഭിക്കുകയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറുമ്പോഴത്തേക്കും. 26 കിലോമീറ്ററാണ് ഈ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ആക്ച്വലി നമ്മൾ ഈ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന എറണാകുളം ട്രിവാൻഡ്രം ടു ഈ യാത്രയിൽ വെറും 2 സ്റ്റോപ്പിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുള്ളൂ. ഒന്ന് ആലപ്പുഴ, മറ്റേത് കൊല്ലം ജംഗ്ഷനാണ്. ഈ 2 സ്റ്റോപ്പുകൾ. സാധാരണ ട്രെയിനുകളാണെങ്കിൽ നമുക്കറിയാം ഒരു ജില്ലയ്ക്കകത്ത് തന്നെ എന്തുമാത്രം സ്റ്റോപ്പുകളാണുള്ളതെന്ന്. വന്ദേ ഭാരതിൻ്റെ യാത്രാ സമയം കുറഞ്ഞു കിട്ടുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഇത് തന്നെയായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ ഇരിക്കുന്ന ഈ സീറ്റിൻ്റെ പൊസിഷൻസ് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അതായത് ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയറാണ്. നമ്മുടെ തൊട്ട് മുമ്പിലത്തെ റോയിൽ ആ സീറ്റ്സിലെ ആൾക്കാർ നമ്മളെ പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സീറ്റുകൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ടു ഫേസ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം നല്ല കിടിലുമായിട്ട് സംസാരിച്ച് അങ്ങ് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വിശപ്പ് കാരണം ഫുഡ് കഴിച്ചെങ്കിലും ഫുഡ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡിനെ കുറിച്ച് എൻ്റെ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് തരക്കേണ്ടില്ലാത്ത ഫുഡ് തന്നെയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് നോൺ വെജ് മീലാണ്. അപ്പോൾ അതിനകത്ത് ചിക്കൻ കറി ആയിട്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അതിനോടൊപ്പം കേട് പിന്നെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വർത്താണ്. കാര്യത്തിന് നമ്മൾ ഫുഡ് കഴിക്കാൻ ടേബിൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. അത് കാണിച്ചു. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് റെസ്റ്റിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊക്കി മാറ്റുക. അതിനകത്ത് നിന്ന് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മേശ അങ്ങ് പുറത്തെടുക്കുക, പിന്നെ അങ്ങ് വിരിക്കുക. വീഡിയോ കാണുന്ന മാതിരി നമ്മുടെ നെയിൽ കട്ടറിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ നെയിലിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 1-2 ഈ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇളക്കിയെടുക്കുന്ന പോലെയാണ് ശരിക്കും ഇത് ഞാൻ പുറത്തോട്ട് എടുത്തപ്പോഴത്തേക്കും ഫീൽ ചെയ്തത്. ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് പിന്നെ മടക്കി വെക്കണം എന്നുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസ് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ മുമ്പിലായിട്ട് വലിയൊരു സ്ക്രീൻ ഉണ്ട്. അതിൽ നമ്മൾ അടുത്ത സ്റ്റേഷൻ ഏതാണ്, പിന്നെ നമ്മൾ പോകുന്ന വേഗത എത്രയാണ്, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ മാക്സിമം സ്പീഡ് എന്നുള്ളത് 200 km/h വരേക്കും പോകാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നോർമലി ഒരു ആവറേജ് എന്നുള്ളത് 160 km/h വേഗതയിലൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ട്രിവാൻഡ്രം സ്റ്റേഷൻ എത്താറായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വേഗത എന്നുള്ളത് 70 km/h സ്പീഡിലാണ്. നമ്മളുടെ ലഗേജസ് ബാഗുകളൊക്കെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ട്രെയിനിലെ എല്ലാ കോച്ചുകളും എയർ കണ്ടീഷൻ പിന്നെ ഘടിപ്പിച്ച കോച്ചുകളാണ്.
AC ഇല്ലാത്ത ഒരു കോച്ചുകളും ഇല്ല. നല്ല ലെഗ് സ്പേസ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫുഡ് റെസ്റ്റും ഉണ്ട്. പഴയ നമ്മൾ ആ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉള്ള സൗണ്ട് ഇല്ലേ, ഇങ്ങനത്തെ ഉള്ള ഈ അങ്ങനെയുള്ള ഈ സൗണ്ടുകളൊന്നുമില്ല. വളരെ ശാന്തമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് സൈഡിലായിട്ട് ഒരു വെള്ളവും കുപ്പിയൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡറൊക്കെ ഉണ്ട്. എന്തായാലും വന്ദേ ഭാരതിലൂടെയുള്ള ഈ ഒരു യാത്ര ശരിക്കും എന്നെ മിന്നിച്ച് കളഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെയും യാത്ര ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.